ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ പറയുന്നത് ബ്രെയിൻ ഫ്രൈ ആണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു പിടി ചെറുള്ളി വേണം, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലി, കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാതും കൂടി നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാൻ വെക്കുക. കോക്കനട്ട് ഓയിലാണ് പെർഫെക്റ്റ്. പക്ഷേ എൻ്റെ കോക്കനട്ട് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓയിൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ദെൻ നമ്മൾ അരച്ച് വെച്ച മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം അതിലിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന രൂപത്തിലാക്കണം. കുറച്ച് നമുക്ക് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്രെയിന് വാഷ് ചെയ്തിട്ട് കുറച്ച് കഷ്ണം മുറിച്ചെടുക്കേണ്ട. ഞാൻ കത്തി കൊണ്ട് മുറിച്ച് നോക്കി. കത്തി കൊണ്ട് മുറിച്ചിട്ടൊരു സുഖമില്ല, അപ്പോൾ കൈ കൊണ്ട് മുറിച്ചപ്പോൾ കറക്റ്റ് വരുന്നുണ്ട്. ഞാൻ കൈ കൊണ്ട് മുറിച്ചിട്ട് ഓരോ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അത് നല്ലോണം വാഷ് ചെയ്ത് വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്ക് എന്താക്കുക, ആ മസാലയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ആ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി തന്നെ. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കണേ, ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കരുത് കേട്ടോ. ഇളക്കി ലാസ്റ്റ് അത് അതിൻ്റെ ആ ഒരു പരുവത്തിലായി ഇങ്ങനെ വരും. ദെൻ നമുക്ക് മനസ്സിലാവുമല്ലോ അത് റെഡി ആയിക്കുന്നുള്ളത്. ഒരു മുട്ടത്തോരൻ്റെ പരുവത്തിലാവും. എന്നിട്ട് അത് റെഡി ആയതിനു ശേഷം നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കുഴച്ച് തിന്നാണ്ടല്ലോ, ഇനി ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. എൻ്റെ കോമ്പിനേഷൻ എന്തായിരുന്നു വെച്ചാൽ ചോറും പരിപ്പ് കറിയും നല്ല ചുട്ടരച്ച ചമ്മന്തിയും നമ്മളിന്നത്തെ സ്പെഷ്യലായ തലച്ചോറ് വരുന്നത്. ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് പറയണേ.